കരൂരിൽ ഉയരെടുത്ത റാലിക്ക് പിന്നാലെ നെഞ്ചകം പൊട്ടി കരയുകയാണ് താണൊന്നാകെ. 1.5 വയസ്സുള്ള മകൻ ധ്രുവിന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് ഒന്നുറക്കെ കരയാൻ പോലുമാകാതെ തളർന്നു വീണ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത മാതാവ് കണ്ണീർ കാഴ്ചയായി മാറി. അമ്മയെയും മകളെയും പ്രതിശ്രുത വധൂവരന്മാരെയും അടക്കമുള്ളവരെയാണ് കരൂരിൽ നഷ്ടമായത്. ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ മന്ത്രി അൻപിൽ മഹേഷും പൊട്ടിക്കരയുന്ന കാഴ്ചയും നൊമ്പരപ്പെടുത്തുന്നതായി. ഇന്നലെ വൈകുന്നേരം 8 മണിയോടെയാണ് കരൂർ കണ്ണീർ കടലായി മാറിയത്. കയ്യിലും തോളിലുമേന്തി ആശുപത്രികളിലേക്ക് ഓടുമ്പോൾ തന്നെ പലർക്കും ശ്വാസം നിലച്ചിരുന്നു. മിനിറ്റുകൾ തോറും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരുന്നു. ആശുപത്രി പരിസരത്തെങ്ങും ഹൃദയഭേദകമായ കാഴ്ചകൾ. മരിച്ചവരിൽ പിഞ്ചുകുഞ്ഞുങ്ങളും ഗർഭിണികളും പ്രതിശ്രുത വരനും വധുവും. 1.5 വയസ്സുകാരൻ ധ്രുവ് ബന്ധുവിനൊപ്പമാണ് കരൂരിലേക്കെത്തിയത്. ആ തിരക്കിനിടയിൽപ്പെട്ട് ജീവൻ നഷ്ടമായ അവന്റെ പിഞ്ചു ശരീരം നോക്കി കേൾവിശക്തിയോ സംസാരശേഷിയോ ഇല്ലാത്ത ആ അമ്മ കരയാൻ പോലും കഴിയാതെ തളർന്നു വീണുകൊണ്ടേയിരുന്നു. വിജയുടെ റാലിക്കെത്തുമ്പോഴും ആകാശിന്റെയും ഗോകുലരുടെയും മനസ്സിൽ അടുത്ത മാസം നടക്കാൻ പോകുന്ന വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തന്നെയായിരിക്കാം ഉണ്ടായിരുന്നത്. പുതിയ ജീവിതം സ്വപ്നം കണ്ട അവരെയും മരണം തട്ടിയെടുത്തു. ജീവിതത്തിൽ ഒന്നിക്കാനുള്ള ആഗ്രഹം ബാക്കിവെച്ച് അവരൊന്നിച്ചു മടങ്ങി. ഏഴൂർ പുത്തൂർ സ്വദേശിനി പ്രിയദർശിനിയും 14-കാരിയായ മകൾ ധർണികയും ദുരന്തത്തിന്റെ കണ്ണീർ ഓർമ്മകളായി മാറി. ഇങ്ങനെ ഉറ്റവരുടെ അപ്രതീക്ഷിത വേർപാടിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആ നാടൊന്നാകെ. ആശുപത്രിയിലേക്കെത്തിയ മന്ത്രി അൻപിൽ മഹേഷ് പൊയ്യാമൊഴിക്കും ആ കാഴ്ചകൾ കണ്ടു നിൽക്കാനായില്ല. ഇനിയും എന്തൊക്കെ ചെയ്താലും എത്ര ആശ്വസിപ്പിച്ചാലും തിരിച്ചു വരാത്ത പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ ജീവിക്കുന്നവർക്ക് ഈ ദിനം എങ്ങനെ മറക്കാനാകും? ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.